പ്രേമിക്കാൻ വർഷ വിനോദ് മതി, പക്ഷേ കല്യാണം കഴിക്കാൻ ആയിഷ മർവ തന്നെ വേണം. ലവ് ജിഹാദും കേരള സ്റ്റോറിയും ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വിവാഹ ക്ഷണക്കത്തിന് നേരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് വമ്പൻ പൊങ്കാലയാണ്. ഒരു പോസ്റ്റർ ഞങ്ങൾ കാണിക്കാം. ഈ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഈ പോസ്റ്ററിലുള്ളത് വായിക്കാം. ഈ പോസ്റ്ററിന് താഴെയാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനം ഉയരുന്നത്. അതായത്, പ്രേമിക്കാൻ വർഷ വിനോദ് മതി, പക്ഷേ കല്യാണം കഴിക്കാൻ ആയിഷ മർവ തന്നെ വേണം. അത് നിർബന്ധമാണ്. ഇത് കേരളത്തിൻ്റെ കഥയല്ല, ജീവിതമാണ്. പ്രണയമല്ല, പരിവർത്തനമാണ് ചിലരുടെ ലക്ഷ്യമെന്നും ഇനിയും മനസ്സിലാക്കാത്ത മതേതര ഹിന്ദുക്കൾ വർഷമാർ ആയിഷമാറാകാതെ ഇരിക്കാൻ ഇടതു വലതു മുന്നണികളെ അകറ്റി നിർത്തുക എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന കുറിപ്പ്. അൽഹംദുലില്ലാഹ്, അങ്ങനെ എൻ്റെ മകൻ്റെ നിക്കാഹ് നടന്നു. 10-ൽ താഴെ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നുള്ള മോൻ്റെ തീരുമാനമായിരുന്നു. എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടത്താൻ സാധിച്ചില്ല. സാഹചര്യം അതായിരുന്നു. എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. മകൻ യൂനിസ് ബിൻ യൂസഫ്, വധു ആയിഷ മർവ, വർഷ വിനോദ്. ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന പോസ്റ്റ്. ഇതിന് താഴെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം തന്നെ ഉയരുന്നതും. അതായത്, ഇപ്പോഴും ലവ് ജിഹാദ് കേരളത്തിൽ അരങ്ങേറുന്നു. ലവ് ജിഹാദും കേരള സ്റ്റോറിയും ഒക്കെ ഇപ്പോൾ അരങ്ങ് തകർക്കുന്നതിന്റെ തെളിവാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ കണ്ട ദൃശ്യങ്ങൾ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതേസമയം ഇപ്പോൾ കേരള സ്റ്റോറി ശൈലിയിൽ പ്രത്യേകമായി തൻ്റെ മകളെയും ടാർഗറ്റ് ചെയ്തിരുന്നതായി കൊല്ലപ്പെട്ട നോഹയുടെ പിതാവും ഹിബുള്ളി ധാർവാഡ് കോർപ്പറേറ്റിലെ കോൺഗ്രസ് കൗൺസിലറുമായ നിരഞ്ജൻ ഹിരമത്തിന്റെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നു. തൻ്റെ മകളുടെ കൊലപാതകം കേവലം ഒരു കുറ്റകൃത്യം മാത്രമല്ല, കേരള സ്റ്റോറി ശൈലിയിൽ അവളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തിരുന്നു. ചില സമുദായങ്ങളിലെയും കുടുംബങ്ങളിലെയും പെൺകുട്ടികളെ ലക്ഷ്യമിട്ട മാഫിയ മാതൃകയിലുള്ള സംഘങ്ങളുണ്ട്. ഞാൻ 8 പേരുടെ പേരുകൾ അവരോട് തുറന്നു പറഞ്ഞതാണ്. എന്നാൽ അവർ ഒരാളെ പോലും പിടിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്കിപ്പോൾ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. അവർ കേസ് വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. പ്രതി ഫൈസ് ആകട്ടെ നോഹ പ്രണയം നിരസിച്ചതിന് പിന്നാലെ അവളെ പിന്തുടരുകയായിരുന്നു. നോഹയുടെ ഓരോ ചലനങ്ങളും പിന്തുടർന്ന് കോളേജിൽ വരുന്ന സമയം, അവൾ പ്രവേശിക്കുന്ന ഗേറ്റുകൾ, അവൾ പങ്കെടുത്ത ക്ലാസുകൾ, അവൾ സന്ദർശിച്ച സ്ഥലങ്ങൾ തുടങ്ങി എല്ലാ വിശദാംശങ്ങളും അറിയാൻ അവൻ ഒരു കൂട്ടം ആളുകളെയാണ് ചുമതലപ്പെടുത്തിയത്. ദ കേരള സ്റ്റോറി എന്ന സിനിമയിൽ കാണിച്ചതുപോലെ ചില കുടുംബങ്ങളിൽ മിടുക്കരായ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് അവരെ ആസൂത്രിതമായി വേട്ടയാടുകയും പ്രണയബന്ധങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് വിപുലമായ ഗൂഢാലോചനയാണ്. CCTV ദൃശ്യങ്ങൾ അധികൃതർക്കും CIDക്കും നൽകണമെന്നാണ് കോളേജ് അധികൃതരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ശരിയായ അന്വേഷണത്തിൽ എത്ര പേർ ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. കേരള സ്റ്റോറി സിനിമ പോലെയാണ് ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. പലതവണ ഫൈസിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചിട്ടും തൻ്റെ മകളെ അവൻ സമീപിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു പ്രത്യേക സമുദായത്തെ കുറ്റപ്പെടുത്തുന്നില്ല, എന്നാൽ ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് പിന്തുടരുന്ന ഈ രീതി വളരെ കാലമായി തുടരുന്നുവെന്നാണ് ഈ പിതാവ് പറയുന്നത്. കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി തന്നെ ശല്യപ്പെടുത്തുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ടെന്ന് അവൾ അമ്മയോട് പറഞ്ഞിരുന്നു. ഇതൊരു വ്യക്തിയുടെ കുറ്റമല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നോഹയെ പോലുള്ള മറ്റ് പെൺകുട്ടികളെയും വേട്ടയാടുന്നതിലും ആസൂത്രിതമായി ലക്ഷ്യമിടുന്നതിലുമൊക്കെ ഒരു സംഘമുണ്ട്. ആ വ്യക്തി, അതായത് ഫൈസിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം ഇത്തരത്തിലാണ് പറയുന്നത്. അവരെല്ലാം ഇതിൽ പങ്കാളികളാണ്. എൻ്റെ മകളെ അപകീർത്തിപ്പെടുത്താനുള്ള പ്രേരണയോടെ നോഹ പങ്കെടുത്ത പഴയ കോളേജ് ചടങ്ങിൽ നിന്ന് അവൻ്റെ സഹോദരി ബോധപൂർവം ഫോട്ടോകൾ തിരഞ്ഞെടുത്ത് അവ വൈറലാക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ പിതാവ് വ്യക്തമാക്കുന്നത്. ഹുബുള്ളി ബീബി ഭുമാറാടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ MC വിദ്യാർത്ഥിനിയായ നോഹയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതി ഫൈസിനെ ഇക്കഴിഞ്ഞ നാളിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതേ കോളേജിലെ BCA വിദ്യാർത്ഥിയാണ് അറസ്റ്റിലായ ഫൈസ്. പ്രണയ അഭ്യർത്ഥനയുമായി ഫൈസ് പലതവണ നോഹയെ സമീപിച്ചെങ്കിലും നിരസിക്കപ്പെട്ടതോടെ ക്യാമ്പസിലേക്ക് കത്തിയുമായി എത്തിയ ഇയാൾ നോഹയെ കുത്തിവീഴ്ത്തി. സഹപാഠികൾ ചേർന്ന് പിടികൂടിയ ഫൈസിനെ പിന്നീട് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.